ആ കാശ് ഉണ്ടെങ്കിൽ തന്നെ യൂറോപ്പിൽ 2 വർഷത്തെ കോഴ്സും പഠിക്കാം, അത് ലിവിങ് എക്സ്പെൻസും കവർ ചെയ്ത് പോവും. അത് കഴിഞ്ഞ് 2-3 വർഷം കിടന്ന് ഉറങ്ങിയാലും കുഴപ്പമില്ല. യൂണിവേഴ്സിറ്റിയുടെ ഒരു 2 ഫീസ് മാത്രമേ വരുള്ളൂ. അല്ല, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത്, ഒരു 10 ലക്ഷം രൂപ ഫീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോളണ്ട് പോലത്തെ രാജ്യങ്ങളിൽ, ചെക്ക് റിപ്പബ്ലിക്, ലാറ്റ്വിയ പോലുള്ള രാജ്യങ്ങളിൽ നമ്മൾ ഫീസും അടക്കാം, ലിവിങ് എക്സ്പെൻസും കഴിഞ്ഞ് കിടന്ന് ഉറങ്ങിയാലും കുഴപ്പമില്ല. പാർട്ട് ടൈമും ഇല്ലെങ്കിലും പ്രശ്നമില്ല, നമുക്ക് കവർ ചെയ്തെടുക്കാം. ശരിക്കും അപ്പോൾ യൂറോപ്പിലൊക്കെ ഫീസ് കുറവാണല്ലേ? യൂറോപ്പിൽ തന്നെ ഇപ്പം ശരിക്കും കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ കൺട്രി ഇപ്പോൾ ഏതായാലും? ചൂസ് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഏറ്റവും ലോവസ്റ്റ് ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ലാറ്റ്വിയ, പോളണ്ട്, ചെക്ക് റിപ്പബ്ലിക്, ഫ്രാൻസ് കുറച്ച് കൂടുതലാണ്. എന്നാലും കമ്പാരിറ്റീവ്ലി UK ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറവ് തന്നെയാണ് ഫ്രാൻസ്. ഇപ്പോൾ ഏറ്റവും ഫീസ് കുറവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലാറ്റ്വിയ നല്ലൊരു ഓപ്ഷനാണ്, പോളണ്ട് നല്ലൊരു ഓപ്ഷനാണ്. പോളണ്ടൊക്കെ ഇപ്പോൾ വിസ റിജക്ഷൻസ് നല്ല കൂടുതലാണ്, അതൊരു കഴിയുന്നൊരു വിഷയമാണ്, വിസ കിട്ടാത്തത് വലിയൊരു വിഷയമാണ്. ലാറ്റ്വിയ അത്യാവശ്യം വിസ റിജക്ഷൻസ് ഒക്കെ കുറവുള്ളതാണ്, അപ്പോൾ അതും കൂടെ നോക്കണമല്ലോ. ലോ റേറ്റ് മാത്രം നോക്കി ഓപ്റ്റ് ചെയ്ത് നമ്മൾ സമയം കുറേ പോകും. കുറേ കുട്ടികൾ ഡെഫർ ആവുന്നുണ്ട്, യൂണിവേഴ്സിറ്റി സൈഡിൽ നിന്നും ആവുന്നുണ്ട്, വിസ റിജക്ഷനും കൊണ്ടാവുന്നുണ്ട്. അത് 1-2 വർഷം ലോ ഫീസ് നോക്കിയിരുന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്. വിസ സൈഡിൽ വരുമ്പോൾ അത് വിസ അപ്രൂവലുള്ള കൺട്രിയും കൂടെ ചൂസ് ചെയ്യണ്ടേ. UK എന്തുകൊണ്ടാണ്? UK ധൈര്യമായിട്ട് വെക്കാം, എങ്ങനെ പോലും അത്യാവശ്യം ഇന്ത്യൻ സ്റ്റുഡൻസിനെ വെൽക്കം ചെയ്യുന്ന കൺട്രിയാണ്. അപ്പോൾ വലിയ വിസ റിജക്ഷനൊന്നുമില്ല, ക്രൈറ്റീരിയകൾ കുറവാണ്. ചിലപ്പോൾ 1 മാസമൊക്കെ ഷോമണി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിസ അപ്രൂവൽ ഉണ്ടാവും, ശരിയല്ലേ? അപ്പോൾ അതുപോലെയല്ല, യൂറോപ്പ് കുറച്ച് ക്രൈറ്റീരിയ കൂടുതലാണ്, പക്ഷേ ഫീസ് കുറവാണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ ബാംഗ്ലൂർ, ചെന്നൈയിലൊക്കെ പഠിക്കുന്ന ഒരു ഫീസ് ഉണ്ടല്ലോ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു 3 ലക്ഷം രൂപയൊക്കെ വരെയൊക്കെ ബാംഗ്ലൂരിൽ പോയി പഠിക്കുന്നുണ്ട് MBA ഒക്കെ. അത് വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ കുറവ് ഫീസ് പഠിക്കാൻ പറ്റും. ഇപ്പോൾ ലാറ്റ്വിയയിലുള്ള തുറിബ യൂണിവേഴ്സിറ്റി, ഇക്ക യൂണിവേഴ്സിറ്റി, TSI എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റീസൊക്കെ അത്യാവശ്യം എക്സ്ക്ലൂസീവാണ്. ഇവിടെ പല കേരളത്തിലുള്ള ആളുകളായിട്ടൊക്കെ അസോസിയേറ്റഡ് ആണ്, അഡ്മിഷൻസ് ചെയ്യാനുള്ള എക്സ്ക്ലൂസീവൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളായിട്ടായാലും കണക്ഷൻ ഉള്ളതാണ് TSI.